നന്മയുടെ പ്രതീകം അതായിരുന്നു ഡോക്ടർ അബ്ദുൽ കലാം മോൻ. ഋഷിതുല്യമായ ഉൾക്കാഴ്ചയോടെ ചുറ്റുമുള്ള ലോകത്തെ നോക്കേണ്ട മഹാനായിരുന്നു അദ്ദേഹം. ശ്രേഷ്ഠനായ ഒരു ശാസ്ത്രജ്ഞനും മനുഷ്യസ്നേഹിയും ദീർഘദർശിയുമായിരുന്നു അദ്ദേഹം. സ്വന്തം ശാസ്ത്ര പ്രതിഭയെ അദ്ദേഹം മനുഷ്യസ്നേഹവുമായി ഇണക്കിച്ചേർത്തു. മഹത്തായ സ്വപ്നങ്ങൾ കാണാനും ആത്മവിശ്വാസത്തോടെ അവയെ സാക്ഷാത്കരിക്കാനും അദ്ദേഹം യുവതലമുറയെ പഠിപ്പിച്ചു. ഭരണാധികാരിയും ജനതയും തമ്മിലുള്ള വിടവ് അദ്ദേഹം ഇല്ലാതാക്കി. അനവധി പ്രാവശ്യം കലാം മോനെ കണ്ടിട്ടുണ്ട്. നീണ്ട ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം വള്ളിക്കാവ് കോളേജിൽ പ്രസംഗിക്കാൻ വന്നപ്പോഴാണ് ആദ്യമായി ആശ്രമത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് തിരക്കിയപ്പോൾ 1,00,000 ചെറുപ്പക്കാരോടെങ്കിലും നേരിട്ട് സംസാരിക്കണം. ഭാരതത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുന്നത് അവരുടെ സ്വപ്നങ്ങളാണെന്ന് സന്ദേശം നൽകണം. അതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അമ്മ അമൃതവർഷത്തിലെ ഒരു ദിവസം ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം വയ്ക്കുകയും ചെയ്തു. കുറേ കുട്ടികള പ്രചോദനം നൽകാൻ കഴിഞ്ഞു. ചെല്ലുന്നിടത്തെല്ലാം അദ്ദേഹം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും യുവസമൂഹത്തിൻ്റെയും ആത്മവീര്യത്തെ തട്ടിയുണർത്തി. നിസ്വാർത്ഥമായ നമ്മുടെ ഏതാഗ്രഹം പരമാത്മാവിൻ്റെ കൃപയാൽ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും എന്നതാണ് ഇത് തെളിയിക്കുന്നത്. ഒരു കവിയുടെ ഹൃദയവും ആർദ്രതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞൻ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ കണ്ണിൽ വിരിയുന്ന അത്ഭുതത്തോടും നിഷ്കളങ്കതയോടുമാണ് പ്രപഞ്ചത്തെ നോക്കി കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഇത് ശരിയായിരുന്നു. അറിവിൻ്റെ മുമ്പിൽ എന്നും അദ്ദേഹം ഒരു കുഞ്ഞിനെ പോലെ എളിയവനും തുടക്കക്കാരനുമായിരുന്നു. ഒരു പക്ഷേ ഇതാണ് മറ്റെല്ലാവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. പ്രസിഡൻ്റായിരുന്നപ്പോൾ ഇവിടെ വരികയും രാഷ്ട്രപതി ഭവനിൽ ക്ഷണിക്കുകയും ചെയ്ത അവിടെയുള്ള പൂന്തോട്ടത്തിൽ വളരെ നേരം അമ്മയോടൊപ്പം നടന്ന് ഓരോ ചെടിയുടെയും പൂവിൻ്റെയും എതളിൻ്റെയും കഥ ഒരു കുഞ്ഞിനെ പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. ഭാരതത്തെക്കുറിച്ചുള്ള തൻ്റെ സ്വപ്നങ്ങൾ പങ്കുവച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചും യുവതലമുറയെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പറഞ്ഞു. അവർക്കെങ്ങനെ പ്രചോദനം നൽകാം, നേർവഴിക്ക് നയിക്കാം എന്ന കാര്യങ്ങൾ സംസാരിക്കുകയും അതിനെപ്പറ്റി ചർച്ചയും ചെയ്തു. നന്മയുടെ മാത്രം നർമ്മണമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശരീരം നമ്മെ വിട്ടുപോയി. ഭാരതത്തിൻ്റെ മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ചരിത്രങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ആ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ ചിന്തകളും പരിശുദ്ധമായ അദ്ദേഹത്തിൻ്റെ ജീവിതവും എന്നും പരിമളം പകർന്ന് നമ്മോടൊപ്പം ഉണ്ടാവും.